നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കാഴ്ചകളുടെ ഇന്നത്തെ അധ്യായത്തിൽ തിരുവനന്തപുരത്തെ മറക്കാനാകാത്ത ഒരു യാത്രാനുഭവം സമ്മാനിക്കുന്ന തിരിച്ചിട്ടപാറയുടെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പച്ചപ്പിന്റെ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഈ പാറക്കെട്ട് തിരിച്ചിട്ടപാറയെന്നും തിരുച്ചിറ്റൂർ പാറയെന്നും അറിയപ്പെടുന്നു. നെടുമങ്ങാട് പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി വേങ്കവിള എന്ന സ്ഥലത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് പാത അവസാനിച്ചടുത്തു നിന്നും ഇനി അങ്ങോട്ട് ദുർഘടമായൊരു വഴിയാണ്. തലേദിവസത്തെ മഴ യാത്രയെ അല്പം കൂടെ ബുദ്ധിമുട്ടിലാക്കി. എന്നിരുന്നാലും സാവധാനത്തിൽ മുകളിലേക്ക് യാത്ര ആരംഭിച്ചു. രാമരാവണ യുദ്ധസമയത്ത് പരിക്കേറ്റ് വീണ ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ മരുത്വാമല അന്വേഷിച്ചു പോയി എന്നും സംശയം തീർക്കാനായി പല മലകളും എടുത്തുകൊണ്ടുപോയ ഹനുമാൻ ഈ പാറയും കൊണ്ടുപോയി എന്നാണ് ഐതിഹ്യം. ഇതല്ല മരുത്വാമല എന്ന് മനസ്സിലായ ഹനുമാൻ ഈ പാറയെ തിരികെ കൊണ്ടുവന്നിടുകയും തിരിച്ചു കൊണ്ടുവന്നിട്ട് കൊണ്ടാണ് പാറയ്ക്ക് തിരിച്ചിട്ടപാറ എന്ന പേരുണ്ടായി എന്നതുമാണ് കഥ. ഈ പാറയ്ക്ക് മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രവും താഴ്വാരത്ത് ഒരു ശിവക്ഷേത്രവും ഉണ്ട്. ഈ പാറയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. സേതുബന്ധനം നടത്താനായി ഹനുമാൻ തിരിച്ചിട്ടപാറ എടുത്തുകൊണ്ട് പോവുകയും പാറപ്പുറത്ത് ശിവക്ഷേത്രം കണ്ടിട്ട് ശ്രീരാമൻ അത് തിരികെ കൊണ്ടുവയ്ക്കാൻ ഹനുമാനോട് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും വേറൊരു ഐതിഹ്യമുണ്ട്. ശിവക്ഷേത്രം പ്രധാന പാറയുടെ കീഴ്ഭാഗത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിനും വേറൊരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രകാര്യങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീ ദിവസവും പാറമുകളിൽ എത്തിച്ചേരാനുള്ള അവശത കാരണം ദൈവമേ ക്ഷേത്രം താഴെയായിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രതിഷ്ഠ ഇപ്പോൾ കാണപ്പെടുന്ന ഭാഗത്തേക്ക് മാറി എന്നുമുണ്ട് വിശ്വാസം. നന്ദികേശന്റെ ചങ്ങല ഉരഞ്ഞുണ്ടായ അടയാളങ്ങളാണ് പാറപ്പുറത്ത് കാണപ്പെടുന്നതെന്നും പറയുന്നു. 1972 വിഷ്ണു പ്രതിഷ്ഠ നടത്തിയതോടെ തിരുച്ചിറ്റൂർ ശിവ വിഷ്ണു ക്ഷേത്രമായി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുകളിലേക്ക് സഞ്ചരിക്കുവാൻ ഒരുപാട് ദൂരമുണ്ട്. അല്പം വിശ്രമിച്ച ശേഷം ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ കൂടിയാണ് തിരിച്ചിട്ടപാറ. സസ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി സ്പെസിമിനുകൾ ഇവിടെ വന്നാൽ അവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കും. അങ്ങനെ ഏകദേശം മുകളിലെത്താറായി. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ വീണ്ടും മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു.
ഇനിയുള്ള ഭാഗമാണ് അതീവ ശ്രദ്ധയോടെ മുകളിലേക്ക് പോകേണ്ടത്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തെന്നുവാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധയോടെ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ശ്രദ്ധയോടെ മുകളിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടു തുടങ്ങിയില്ല. സൂര്യരശ്മികൾ അവയുടെ യാത്ര ആരംഭിച്ചതേ ഉള്ളൂ. മുകളിലേക്ക് പോകുമ്പോൾ വശങ്ങളിൽ അമ്പലത്തിൻ്റെ ചില നിർമ്മിതികളൊക്കെ കാണും. മുന്നോട്ട് വീണ്ടും നമുക്ക് യാത്ര തുടരാം. മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്ന ബോർഡ് കാണാം. അമ്പലത്തിലേക്ക് പോകുന്നതും അതുവഴിയാണ്. തൊട്ടു മുന്നിൽ ഒരു പാറക്കുളമുണ്ട്. എപ്പോൾ വന്നാലും ഈ പാറക്കുളത്തിൽ വെള്ളമുണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മുന്നോട്ട് നോക്കുമ്പോൾ സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഒരു ഗുഹയുടെ കീഴിലായിട്ട് ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ഇതിൻ്റെ മുൻവശത്താണ് ആഞ്ജനേയ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണിവിടം. ഇവിടെ നിന്നാണ് സൂര്യോദയം ആസ്വദിക്കാൻ സാധിക്കുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, പക്ഷേ കാർമേഘങ്ങൾ മൂടിയിരിക്കുകയാണ്. അല്പം കഴിയുമ്പോൾ അവ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂടി നിന്ന മേഘങ്ങളെ വകഞ്ഞുമാറ്റി സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിപ്പിച്ചുകൊണ്ട് തൻ്റെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്.
അല്പനേരം പാറപ്പുറത്തെ വിശ്രമത്തിന് ശേഷം ഇനി താഴോട്ടുള്ള മടക്കയാത്രയാണ്. എത്ര കണ്ടാലും മതിയാവാത്ത ദൃശ്യങ്ങളാണ് ഈ പാറപ്പുറത്തുള്ളത്. പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല, വാക്കുകളും കിട്ടുന്നില്ല. പതുക്കെ താഴോട്ട് നീങ്ങാം. പോകുന്ന വഴിക്കാണ് ഈ വണ്ടുകളെ ശ്രദ്ധിക്കുന്നത്. ആദ്യം വിചാരിച്ചു പായലാണ്, പക്ഷെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് കരിവണ്ടുകളാണിവ. പാറയുടെ ഒരു ഭാഗം മുഴുവൻ ഈ വണ്ടുകൾ താവളമടിച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ പാറപ്പുറത്തേക്ക് കയറുന്ന വഴിക്കാണ് ഈ അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മ ഇപ്പോൾ തിരിച്ച് ആ പാറപ്പുറത്തേക്ക് പോവുകയാണ്. അമ്മയുടെ വീട് ഈ പാറയുടെ അപ്പുറത്താണ്. അമ്മ ഒരു കെട്ട് വിറകുമായിട്ട് മുകളിലേക്ക് പതുക്കെ കയറി വരികയാണ്. വിറക് കെട്ടുകൾ ഞാൻ മുകളിലേക്ക് എത്തിച്ചേരണമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട മോൻ, പതുക്കെ ഇറങ്ങിക്കോ, എനിക്കിത് ശീലമാണ്, ഞാൻ വളരെ പതുക്കെ മുകളിലേക്ക് പൊയ്ക്കോളാമെന്ന്. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ഞാനും എൻ്റെ മടക്കയാത്ര പതുക്കെ ആരംഭിച്ചു. യാത്രക്കിടയിൽ പകർത്തിയ കുറച്ച് ചിത്രങ്ങൾ പ്രിയ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. മറ്റൊരു യാത്രയുടെ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം. യാത്രകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും. ഏവർക്കും നന്ദി.